മതിയാക്കാം, നമുക്ക് കുറെ കിട്ടിയില്ലേ? ഏയ്, ഭാഗ്യമുള്ള ദിവസമാണ്. കിട്ടിയതും ചേർത്ത് ഒറ്റയടി ഖജാന പൊളിക്കണം. ഇവിടെ 4. അയ്യായിരം പോയാല് കരഞ്ഞുകൊണ്ട് ഓടി വിളിക്കുമെന്ന് വിചാരിച്ചു. ഇരട്ടിച്ചിരട്ടിച്ച് വെക്കണം, ഒറ്റയടിക്കെല്ലാം തിരിച്ചെടുക്കണം. പോട്ടെന്നേ, ചില ദിവസം ഇങ്ങനെയാ മനസ്സു. മതിയാക്കാം. പണം തീർന്നെന്ന് കരുതി കൊച്ചുമുതലാളി വിഷമിക്കരുത്. വേണ്ട മനസ്സു, നമുക്ക് നാളെ നോക്കാം. കൊണ്ടുവന്നതൊക്കെ പോയി. ഓ പോട്ടെന്നേ, സമുദ്രത്തിൽ നിന്നൊരു തുള്ളി പോയി, അല്ലാതെന്ത്. ആ ഞാനിതാ വന്നു. അതെ വന്നേ, നമ്മുടെ കാര്യം ഇത്ര ഉള്ളൂ. വലിയ കളി നടക്കട്ടെ, അപ്പൊ നോക്കാം. എന്നാലും വീഞ്ഞ് വെറുതെ കിട്ടണില്ലേ? 4 പേര് ശരിക്കും വീശുന്നുണ്ടല്ലോ. പോ. 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000. മോഹിനി നിലാവിൽ പാടിയാടും ഞാനും നിന്റെ കൂടെ രാത്രി കൂളാരത്തിലാടാം കാമിനി. വാനിന്മാരിൽ താരാരങ്ങൾ, നീയന്മാരിൽ മോഹാവേശങ്ങൾ. കാമമോഹിനി നിലാവിൽ പാടിയാടും നദി, ഞാനും നിന്റെ കൂടെ രാത്രി കൂളാരത്തിലാടാം കാമിനി. കാമമോഹിനി നിലാവിൽ പാടിയാടും നദി, ഞാനും നിന്റെ കൂടെ രാത്രി കൂളാരത്തിലാടാം കാമിനി.
മണലാഴിയിലെ കുളിരായി വരൂ മധുപാത്രം ഇതിൽ നിറയാൻ വരൂ മണലാഴിയിലെ കുളിരായി വരൂ നീ എൻ കാമമോഹിനി നിലാവിൽ പാടിയാടും നദി ഞാനും നിന്റെ കൂടെ രാത്രി കൂടാരത്തിലാടാം കാമിനി വാനിന്മാരിൽ താരാഹാരങ്ങൾ ഈയന്മാരിൽ മോഹാവേശങ്ങൾ മൻസൂർ, എന്താ നിന്റെ ഭാവം? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എന്തറിയാൻ? തൊഴിലെടുക്കാത്ത താന്തോന്നികളുടെ കൂടെ ചേർന്ന് നീ നശിക്കും. വ്യാപാര കാര്യങ്ങൾ എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ? അതിനല്ലേ ശമ്പളക്കാർ. ആ കൊച്ചു മുതലാളി കളി വേണ്ടെന്ന് വെച്ചോ? വേറെ പണമില്ല. പണം എന്തിന്? ഒരു കയ്യൊപ്പ്, വെറും ഒരു കയ്യൊപ്പിട്ടാ മതിയല്ലോ. എത്ര സംഖ്യക്കും കളിക്കാം. ഇപ്പം നിർത്തിയാൽ നമുക്ക് നഷ്ടം വരും. കൊച്ചുമുതലാളി ഇഷ്ടം പോലെ കളിക്കട്ടെ, കണക്ക് വെച്ചോളൂ. കൊച്ചു മുതലാളി കണക്ക് പിന്നെ മറന്നാലോ? ഇവിടെ ചെറിയൊരു ഒപ്പ്, അത് മാത്രം മതി. ചെറിയൊരു കയ്യൊപ്പിട്ടാൽ പണക്കിഴികൾ മുമ്പിൽ വന്നു വീഴുന്നു. എന്തൊരു അത്ഭുതം! മൻസൂർ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വീണ്ടും വാശിയോടെ കളിച്ചു. ഫലമോ നഷ്ടങ്ങൾ കൂടിക്കൂടി വന്നു എന്നത് മാത്രം. മൻസൂർ, ഞാൻ പോകുന്നു. എവിടേക്ക്? ജനിച്ചു വളർന്ന ഗ്രാമത്തിലേക്ക്. ഹുസൈൻ മാമ പോയാൽ പിന്നെ വ്യാപാരം ആര് നടത്തും? മൻസൂർ, നോക്കി നടത്താൻ ഇപ്പോൾ നമുക്ക് വ്യാപാരമില്ല. പാണ്ഡികശാലകൾ കടക്കാർ ജപ്തി ചെയ്ത് കഴിഞ്ഞു. എന്നാൽ നമുക്ക് തോട്ടങ്ങൾ വിൽക്കാം. ദൂരെയുള്ള തോട്ടങ്ങൾ കൊണ്ട് വലിയ പ്രയോജനമില്ലല്ലോ. അതെല്ലാം മുമ്പേ കടക്കാരുടെ കയ്യിലായില്ലേ? പണയച്ചീട്ടുകളിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കുക കൂടി ചെയ്തില്ല അല്ലേ? എന്റെ മഹാനായ യജമാനന്റെ മകൻ തെരുവ് തെണ്ടിയായി നടക്കുന്നതും ഇനി കാണേണ്ടി വന്നേക്കും. അതിനു മുമ്പേ ഞാൻ പോകുന്നു. നിൽക്കൂ. 3 തലമുറയ്ക്ക് വേണ്ട മുതലുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്റെ പിതാവടക്കം നിങ്ങളെല്ലാവരും. എല്ലാം കനിഞ്ഞു തന്ന ദൈവത്തെ മറക്കാതെ ഒന്നും അധികമാവാതെ അനുഭവിച്ചാൽ എന്നും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഈശ്വരൻ പൊറുക്കട്ടെ.
അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങളില്ല. പീഡിയക്കാർ ഇനി കടം തരില്ല. 3 മാസമായി ജോലിക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട്. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്?